സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ചിക്കൻ ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ രുചികരവുമായ ഒരു ചിക്കൻ്റെ വിഭവമാണ്. ഇത് ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോൺടെസ്റ്റിൽ പങ്കെടുത്തവരുടെ റെസിപ്പിയുടെ പിക്ചേഴ്സ് കാണിക്കാമെന്ന്. അപ്പം അതിൽ കുറച്ച് പേരുടെ റെസിപ്പിയുടെ പിക്ചേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണ്. ബാക്കിയുള്ളവരുടേത് ഞാൻ എൻ്റെ വരും വീഡിയോയിൽ തുടക്കത്തിലോ വീഡിയോയുടെ അവസാനമോ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മസാല ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 സവാള നല്ലതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. വളരെ നേർത്തതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി കുറച്ച് നല്ല ചുവന്ന കളറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാകും. അല്ല, നമ്മൾ 3 മീഡിയം സൈസ് സവാള എടുത്തതാണ്. അത് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് മാറി കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഒന്ന് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ ഞാൻ 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒഴിക്കാം. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഉടൻ തന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, ഇതിനധികം എരിവില്ല കേട്ടോ. പിന്നെ ചില്ലി പൗഡർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മസാലപ്പൊടികൾ എല്ലായിടത്തും വരത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുഴുവനെയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഞെട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഫ്ലെയിം കുറച്ച് വെച്ചതുകൊണ്ടാണ് ഇത് അടുക്കി പിടിക്കാത്തത്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഞാനിവിടെ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും ഇത് ഇളക്കിയിട്ട് ഈ അടപ്പ് കൊണ്ട് മൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെന്ത് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസാല ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.